എല്ലാവർക്കും നമസ്കാരം. മഹാകാളി മിസ്റ്റേക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കളക്റ്റീവ് റീഡിംഗ് ചെയ്യാൻ പോവാണ്. കളക്റ്റീവ് റീഡിംഗ് അമ്മ നിങ്ങൾക്ക് തരുന്നൊരു സന്ദേശമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് നാൾ കൂടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നറിയില്ല, ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അമ്മയായിട്ട് തോന്നിപ്പിച്ച ചില കാര്യങ്ങൾ, ആരൊക്കെയോ എൻ്റെ ഗൈഡൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ, അത് ഞാൻ ശരിക്കും ഒരു ഉപകരണമായിട്ട് മാറുന്നു എന്നൊരു തോന്നൽ അമ്മയുടെ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഈ ഒരു കളക്റ്റീവ് റീഡിംഗായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങളുടെ ഉത്തരമായിരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് എങ്ങനെ റെസൊണേറ്റ് ആവുന്നു അത്തരത്തിൽ മാത്രം കാര്യങ്ങൾ എടുക്കാം കേട്ടോ. അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ലെറ്റ് ഗോ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇവിടെ 3 പൈൽസാണ് വെച്ചിരിക്കുന്നത്. 1, 2, 3. ഇതിൽ ആദ്യത്തേത് പ്രത്യങ്കിരാദേവിയാണ്, രണ്ടാമത്തേത് മാടായിക്കവലമ്മയുടെയാണ്, മൂന്നാമത്തേത് കൊടുങ്ങല്ലൂരമ്മയുടെ ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് ഫോട്ടോയോടാണോ ഏത് നമ്പറിനോടാണോ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു നമ്പർ അല്ലെങ്കിൽ ഫോട്ടോ നിങ്ങൾ മനസ്സിൽ സെലക്ട് ചെയ്യുക. ശേഷം റീഡിംഗ് കേൾക്കുക. ചിലർക്ക് ഒന്നിൽ കൂടുതൽ സന്ദേശങ്ങൾ കേൾക്കാൻ തോന്നിയേക്കാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സന്ദേശം കേൾക്കാവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതമായിട്ട് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രമേ എടുക്കുക കേട്ടോ. അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ലെറ്റ് ഗോ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ടാറോട്ട് റീഡിംഗ്, സ്പിരിച്വൽ ഗൈഡൻസ്, കൗൺസിലിംഗ് സെഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇതിലേതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ശേഷം റീഡിംഗ് കേൾക്കുക. ഓക്കെ, ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്താൽ നിങ്ങൾ പ്രത്യങ്കിരാദേവിയുടെ ഇമേജാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം പ്രത്യങ്കിരാദേവി എന്ന് പറയുന്നത് ശത്രുദോഷം, ദുർമന്ത്രവാദം, കണ്ണേറ് ഇവയിൽ നിന്നൊക്കെ സംരക്ഷണം നൽകുന്ന ദേവിയായിട്ടാണ് പ്രത്യങ്കിരയെ ആരാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിംഹത്തിൻ്റെ മുഖവും മനുഷ്യൻ്റെ ശരീരമുള്ള രൂപത്തിലാണ് ദേവിയെ മിക്കവാറും ചിത്രീകരിക്കുന്നത്. വളരെ ഉഗ്രരൂപമാണ്. പക്ഷേ ദേവി ഏറ്റവും കൂടുതൽ നമ്മെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു അമ്മയുടെ ഭാവത്തിലാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ഡിവൈൻ ഫെമിനൈൻ മാസ്കുലൈൻ എനർജി, അതായത് ഒരു യിങ് യാങ് എനർജിയുടെ ബാലൻസിങ് ആയിട്ടാണ് അമ്മയെ നമുക്ക് സങ്കല്പിക്കാവുന്നത്. കേരളത്തിൽ ആരാധന കുറവാണ്, പക്ഷേ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ പ്രത്യങ്കിരാദേവിയെ ആരാധിക്കുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് അമ്മയുടെ സന്ദേശമായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത നിങ്ങളിൽ പലരും ഒരുപാട് ആഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിൻ്റെ നടുവിലായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപക്ഷെ പെട്ടെന്നുണ്ടാവുന്ന ലാഭം അല്ലെങ്കിൽ ഇത്രയും നാളും എന്തോ ഒരു കാര്യത്തിന്, അതായത് ഏറ്റവും വേഗം റിസൾട്ട് വേണമെന്ന് ചിന്തിച്ചൊരു കാലമുണ്ടായിരുന്നു നിങ്ങൾക്ക്. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾ സറണ്ടർ ചെയ്യാൻ പഠിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾക്കൊരു ഡിവൈൻ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ഒരു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ചില ഷോർട്ട് കട്ട് മെത്തേഡുകൾ ഒന്നിനും ഫലപ്രദമാവില്ല എന്ന് തിരിച്ചറിയുന്നൊരു അവസ്ഥയിലാണിപ്പോൾ ഈ ഒരു പൈൽ സെലക്ട് നിങ്ങളിൽ പലരും കാണുന്നത്. ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ശീലം, അതായത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഒരു ശീലം അല്ലെങ്കിൽ ഒരു ഒബ്സഷൻ, ഒരു അഡിക്ഷൻ, നിങ്ങൾ ആ ഒരു അഡിക്ഷനിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് മാറ്റണം, നിങ്ങളുടെ സ്വഭാവത്തിൽ എന്തോ ഒരു കാര്യം ശരിയാക്കണം എന്നുള്ളൊരു തോന്നൽ ചിലർക്ക് ഉണ്ടായേക്കാം. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അവസ്ഥയായിട്ട് മാച്ച് ആവുന്ന കാര്യങ്ങൾ മാത്രമേ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂഷനിലായിരിക്കാം, ഏതെങ്കിലും ഒരു കാര്യം സെലക്ട് ചെയ്യുന്നതിൽ കൺഫ്യൂഷനായിരിക്കാം. അപ്പോൾ ശരിയായ പാത ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയായിട്ടാണ് കാണുന്നത്. ഈ ഒരു സമയത്ത് അമ്മ നിങ്ങൾക്ക് തരുന്നൊരു സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ സുരക്ഷിതമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ തന്നെയാണ്, പക്ഷെ നിങ്ങളുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളെ അടിമപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങളെ തടയുന്ന, നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് തിരിച്ചറിയണമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു സംരക്ഷണം, ഒരു ഡിവൈൻ സംരക്ഷണം, ഡിവൈൻ പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പം കൂടുതലായിട്ട് കഠിനാധ്വാനം ചെയ്യുക. ഒരു തീർച്ചയായിട്ടും അമ്മയെപ്പോലെ എന്താ പറയുന്നത്, ഒരു ഡിവൈൻ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സഹായം ചോദിക്കുന്ന സമയത്ത് എവിടെ നിന്നറിയാത്തൊരു ശക്തി അല്ലെങ്കിൽ ഒരു പ്രചോദനം, ഒരു കരം നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇതൊരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല. എന്തൊരു കാര്യത്തിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ചോദിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഈ ഒരു പൈൽ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പുതിയൊരു ബിസിനസ് അല്ലെങ്കിൽ പുതിയൊരു കാര്യം നിങ്ങളുടെ മുമ്പിലുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പൈൽ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പൈൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ ഒരു വഴികാട്ടിയുടെ സഹായം അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ സഹായം അധികം താമസിയാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പൈൽ സെലക്ട് ചെയ്യാൻ നിങ്ങളിൽ പലരും ഒരു സ്പിരിച്വൽ പവർ, അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ഓറയുള്ള ആൾക്കാരായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ എനർജി, പോസിറ്റീവായിട്ടുള്ള എനർജി പലരും ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഈ ഒരു പൈൽ സെലക്ട് ചെയ്യാൻ നിങ്ങളിൽ പലരും
നിങ്ങൾ പലതരത്തിലുള്ള ആധ്യാത്മികമായിട്ടുള്ള ചതിക്കുഴികളിൽ വീണു പോകാനുള്ള സാധ്യതയും കൂടി കാണുന്നു. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു മാർഗ്ഗനിർദ്ദേശം പിന്തുടർന്ന് അതുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ധാർമ്മികമായിട്ടുള്ള പാത പിന്തുടരണമെന്ന മുന്നറിയിപ്പാണ് അമ്മ നിങ്ങൾക്ക് തരുന്നത്. അധികം വൈകാതെ നിങ്ങളുടെ കരിയറിലോ പ്രവൃത്തിയിലോ അധികം വൈകാതെ തന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, ഒരു വലിയ അധികാരം കൈവരിക്കാൻ പോകുന്നതിൻ്റെ സൂചന കാണാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ സ്പിരിച്വൽ പവർ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഒരു നിയോഗം പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ തറവാടുപരമായിട്ടുള്ള കാര്യങ്ങളും നിയോഗം പോലെയുള്ള ഒരു ചില കാര്യങ്ങൾ എനിക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഒരു പൈൽ സെലക്ട് നിങ്ങളിൽ ചിലർ വൃശ്ചികക്കൂറിൽ ജനിച്ച ആൾക്കാരായിട്ടായിരിക്കാം വരുന്നത്. ഇപ്പം എല്ലാവരും ആവണമെന്നില്ല. അപ്പം പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വന്നൊരു എനർജി ആയിട്ടാണ് വരുന്നത്. തൃക്കേട്ട നക്ഷത്രം കൂടുതലായിട്ടും കണക്ട് ചെയ്യുന്നു ഈ ഒരു പൈലിൽ. സോ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളെ അമിതമായിട്ട് ആൾക്കാർ ചൂഷണം ചെയ്യാനുള്ള സാധ്യതകൾ കാണാൻ സാധിക്കുന്നു. അപ്പോൾ പണത്തിൻ്റെ പല പല വഴികൾ നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു വരും. പക്ഷേ അതിലേക്ക് കൂടുതലായിട്ട് നമ്മളതിന് വീണു പോകുന്നതിന് പകരം, അല്ലെങ്കിൽ നമ്മൾ ആർത്തിയോടുകൂടി അതിലേക്ക് സമീപിക്കുന്നതിന് പകരം, പെട്ടെന്ന് പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് പകരം അത് നീതിയോടുകൂടി മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അവിടെയാണ് ഞാൻ പറഞ്ഞത്, പല പല കാര്യങ്ങൾ നിങ്ങളെ ചതിക്കുഴിയിലേക്ക് വീഴ്ത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ എനർജി അത്രയും പവർഫുള്ളായിട്ടാണ് കാണുന്നത്. സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിൽ ചില നിയോഗമുള്ള ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ആശയക്കുഴപ്പങ്ങൾ മാറ്റിവെച്ച് പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്ത് സമർപ്പിച്ച് നിങ്ങളുടെ ഇഷ്ടദൈവത്തിൽ ആ ഒരു ദേവതാ സങ്കല്പത്തിൽ സമർപ്പിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഉദ്ദേശത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ചതിക്കുഴികൾ തിരിച്ചറിയുക. ഒരുപാട് കാര്യങ്ങൾ കൺഫ്യൂഷനായിട്ട് പോകുന്നതിന് പകരം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പലർക്കും ഉപകാരപ്രദമാവുന്നത്. അപ്പോൾ സ്പിരിച്വൽ നിയോഗമുണ്ടെന്ന് കരുതി നിങ്ങളുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും മാറ്റിവെക്കണമെന്നില്ല. എല്ലാ തരത്തിലുള്ള ഉയർച്ചയും കാര്യങ്ങളും അഭിവൃദ്ധിയും എല്ലാം നിങ്ങളുടെ മുമ്പിൽ തന്നെ തെളിഞ്ഞു നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് പൈൽ മാടായിക്കവലമ്മയുടെ എനർജിയാണ്. മാടേക്കവലമ്മയുടെ എനർജി ഭദ്രകളമ്മയുടെ സന്ദേശമായിട്ട് വരുന്നത്, നിങ്ങളിപ്പോൾ ഒരു തരം മടുപ്പിൽ അല്ലെങ്കിൽ ഒരു നിരാശയിലായിരിക്കാം. ഇപ്പോൾ ഈ ഒരു പൈൽ സെലക്ട് ചെയ്താൽ നിങ്ങൾ പലരും ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനിലിരിക്കുന്ന അവസ്ഥയാണ്. വരാനിരിക്കുന്ന വലിയ മാറ്റത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ പലതരത്തിലുള്ള കൺഫ്യൂഷനിൽ കുടുങ്ങി കിടപ്പുണ്ടാവാം. അപ്പോൾ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇന്ന് അല്ലെങ്കിൽ ഇന്നലെയോ ഒക്കെ ആയിട്ട് നിങ്ങൾ പലതരത്തിൽ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഒരുപാട് ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ അമ്മ നിങ്ങൾക്ക് തരുന്നൊരു സൂചന ചുറ്റുമുള്ളതിനെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റിനും ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം കാര്യങ്ങളെ നിസ്സാരമായി കാണുന്നതിന് പകരം നിങ്ങളുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും നന്ദിയോടെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അമ്മ നിങ്ങൾക്ക് തരുന്ന സന്ദേശം. അപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അധികം വൈകാതെ തന്നെ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ശക്തി തിരിച്ചറിയുക. നിങ്ങൾ നിസ്സഹായരായിട്ട് ഇരിക്കേണ്ട അവസ്ഥയല്ല. പ്രപഞ്ചശക്തിയും ഒപ്പം ദൈവാനുഗ്രഹവും നിങ്ങൾക്ക് കൂടെയുണ്ട്. ഏത് പ്രതിസന്ധിയും മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ബുദ്ധിയും കഴിവും അമ്മ നിങ്ങൾക്ക് നൽകിയിട്ടെന്ന് മനസ്സിലാക്കുക. അത് പ്രയോഗിക്കാനുള്ള സമയമാണ്. ചില ആളുകളോട് നോ പറയാനുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ. അതിന് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. വലിയ സ്വപ്നങ്ങൾ കാണുന്നതിനൊപ്പം തന്നെ ചെറിയ ചുവടുവയ്പ്പുകളും കൂടി നടത്തുക. ഓക്കെ, അപ്പം ചിലർക്ക് എന്തെങ്കിലും ഒരു നഷ്ടബോധത്തിലിരിക്കുന്ന ഒരു സമയമായിരിക്കും. പക്ഷേ ഈ ഒരു എനർജിയിൽ നിങ്ങളിരുന്നത് കൊണ്ട് പ്രയോജനമില്ലല്ലോ. ഇനി എന്ത് എന്നതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നടക്കുമെന്ന് കരുതിയ ഒരു കാര്യം അത് നടക്കാതെ പോയിട്ടുണ്ടാവും. ഈ ഒരു സമയത്തിന് എന്ത് ചെയ്യണം, നിങ്ങൾ ചിലപ്പോൾ ഇനി ദൈവത്തെ വിളിക്കുന്നില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു സമയത്ത് വലിയൊരു അപകടത്തിൽ നിന്നൊക്കെ അമ്മ നിങ്ങളെ രക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ചിലരുടെ നെഗറ്റീവ് എനർജിയിൽ നിന്ന് അമ്മ നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അർഹിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അതിനേക്കാൾ വലിയൊരു കാര്യം നേടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു തടസ്സം ഇപ്പോൾ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് പുതിയൊരു കാര്യം പഠിക്കുക, അല്ലെങ്കിൽ ചെറിയൊരു നിക്ഷേപം നടത്തുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അമ്മ തരുന്ന സന്ദേശങ്ങൾ അവഗണിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ സംശയങ്ങൾ മാറ്റിവെച്ച് ഒരു ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പെട്ടെന്നുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. ഭയം കൂടാതെ സത്യത്തിൻ്റെ പാതയിൽ വേഗത്തിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ, സത്യത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ പലരും നിങ്ങളെ വെറുക്കും, ഉപേക്ഷിക്കും, നിങ്ങളെ നെഗറ്റീവായിട്ട് പറയും, തള്ളിപ്പറയും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അതിവേഗം നടന്നെടുക്കുന്നത് അമ്മയുടെ സമീപത്തേക്കാണ്, അമ്മയുടെ അനുഗ്രഹത്തിലേക്കാണ്.
അപ്പോൾ അത് ആ ഒരു ധൈര്യത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പോകുന്ന വഴി അജ്ഞാതമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ പോകുന്ന വഴി ഇപ്പോൾ അവ്യക്തമായിട്ട് തോന്നുന്നുണ്ടാവാം. പക്ഷേ ഓർക്കുക, ദ മജീഷ്യൻ നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ പേടിക്കേണ്ടതില്ല. അതായത് വഴി തെളിയുന്നത് നിങ്ങൾ നടന്ന് തുടങ്ങുമ്പോഴാണ്. നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ഇനി എന്ത് എന്നുള്ള കാര്യത്തിലൊരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അമ്മ തോന്നിക്കുന്ന ആ ഒരു ഇൻറ്റ്യൂഷനായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. നടന്ന് അധികം വൈകാതെ തന്നെ നിങ്ങൾക്കതിൻ്റെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇപ്പോൾ എനിക്ക് വഴി അറിയില്ല, കാട് മൂടി കിടക്കുകയാണ്, വഴിയിൽ കൂടി ഞാൻ എങ്ങനെ സഞ്ചരിക്കുന്നു ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ ആ വഴിയാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ കൊണ്ട് പ്രയോജനമില്ല. നിങ്ങളുള്ള കഴിവിൽ വിശ്വസിച്ച് വിവേകത്തോടെയും വേഗത്തോടെയും മുന്നോട്ട് പോവുക. മാടായിക്കാവലമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ തന്നെ. അപ്പോൾ മാടായിക്കാവലമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഏതൊരു കാര്യത്തെക്കുറിച്ചുണ്ടാവും നിങ്ങളിപ്പോൾ അവലാതിപ്പെടുന്നത് അത് ഇപ്പോൾ തന്നെ ഉപേക്ഷിക്കുക. എന്നിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുക കേട്ടോ. ഇതാണ് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യല്ലോ അല്ലേ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. തേർഡ് പൈൽ കൊടുങ്ങല്ലൂരമ്മയുടെ സന്ദേശമായിട്ടാണ് വരുന്നത്. കൊടുങ്ങല്ലൂരമ്മ നൽകുന്ന സന്ദേശം വളരെ ശക്തവും ഒരു സ്ട്രോങ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ആന്തരിക ഊർജ്ജത്തെയും ധൈര്യത്തെയും ഉണർത്തേണ്ട സമയമായിട്ടാണ് വരുന്നത്. ഒരു സ്പിരിച്വൽ അവേക്കണിങ്, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു സന്ദേശമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നേതാവിൻ്റെ സ്ഥാനത്തായിട്ടാണ് കാണുന്നത്. ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത നിങ്ങളിൽ പലരും നേതാവിൻ്റെ സ്ഥാനത്താണ്. നിങ്ങളുടെ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ കരുത്തായിട്ട് കാണുന്നത്. ലക്ഷ്യബോധത്തോടെ മുന്നേറാൻ ഭയം മാറ്റിവെക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാനിപ്പോൾ നേതാവിൻ്റെ സ്ഥാനത്തൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ മുൻജന്മത്തിലെ ഒരു നിയോഗം അനുസരിച്ചിട്ട് ഇപ്പോൾ നിങ്ങളൊരു നേതാവ്, അപ്പോൾ നേതാവ് എന്ന് പറയുമ്പോൾ എല്ലാവരും നിയന്ത്രിക്കുന്ന ആൾ തന്നെ ആവണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ എനർജി കൊണ്ട് നിങ്ങളൊരു നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരാൻ പറ്റുന്ന ആളായിരിക്കാം. ചിലപ്പോൾ നിങ്ങളൊരു നേതാവിൻ്റെ സ്ഥാനത്ത് എത്തേണ്ടതായിരിക്കാം. നിങ്ങൾക്ക് തന്നെ ചില സിറ്റുവേഷൻസ് കൊണ്ട് നിങ്ങൾക്കത് സാധിക്കാതെ പോയതായിരിക്കാം. പക്ഷേ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആത്മാവിൻ്റെ ആ ഒരു എനർജി കൊണ്ട് നിങ്ങളിപ്പോഴും ഒരു നേതൃസ്ഥാനത്ത് ഇരിക്കുന്നൊരവസ്ഥയായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ആന്തരികമായിട്ടുള്ളൊരു ശക്തി, ഒരു സ്പിരിച്വൽ ഓറ ആണ് ലഭിക്കുന്നത്. അപ്പോൾ ശാരീരികമായിട്ടുള്ള കരുത്തിനപ്പുറം മനസ്സിനെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവിനെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ പലരും മനസ്സിനെ അത്രയും സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്ത് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്ന ആൾക്കാരാണ്. ക്രോധത്തെയും വികാരത്തെയും സ്നേഹം കൊണ്ട് കീഴടക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങളെ കേൾക്കേണ്ടത്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള സിറ്റുവേഷൻസ്, അടിച്ചമർത്തപ്പെട്ട പല വികാരങ്ങളും ഈ ഒരു സമയത്ത് പുറത്തേക്ക് വരുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ആ ഒരു കഴിവിനെ തിരിച്ചറിയുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. മുജ്ജന്മത്തിൻ്റെ ആ ഒരു സുഹൃതം, ആ ഒരു പുണ്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ കഴിവുകളും പവറും ഒക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഈ ഒരു സമയത്ത് അത് പലതരത്തിലുള്ള കാർമിക് സിറ്റുവേഷൻസ് കൊണ്ട് അത് തളച്ചിടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ്. നിങ്ങൾക്കത് നിങ്ങളുടെ പവർ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ മനസ്സിൻ്റെ ആ ഒരു കഴിവിനെ തിരിച്ചറിയുക, വികാരങ്ങളെ സ്നേഹം കൊണ്ട് കീഴടക്കുക. അപ്പോൾ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. ഈ ഒരു സമയത്ത് പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. മടി കാണിക്കാതെ ആവേശത്തോടെ പ്രവർത്തിക്കുക. എന്നാൽ ആവേശം അതിരുകടക്കാതെ നോക്കുകയും വേണം. ക്ലിയറായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പല കാര്യവും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷേ ആദ്യത്തെ ആ ഒരു ഓവർ എക്സൈറ്റ്മെൻറ്റ് കുറച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടാവില്ല. അപ്പോൾ പലരും ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത് നിങ്ങളിൽ പലരും തുടങ്ങി വയ്ക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു താല്പര്യം നഷ്ടപ്പെട്ടിട്ട് ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും പുതിയതിലേക്ക് കയറും. പക്ഷേ അതും ഒരു പരിധി കഴിയുമ്പോൾ പാതി വഴിക്ക് വെച്ചിട്ട് നിർത്തിയിട്ട് പോകുന്നൊരവസ്ഥയാണ് കാണുന്നത്. എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാത്തിനും ഉപരിയായിട്ട് ജീവിതത്തിലൊരു ബാലൻസാണ് നിങ്ങൾക്ക് ആവശ്യം. ആത്മീയതയും ഭൗതികതയും ഒരുപോലെ കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട് അമ്മ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്പിരിച്വാലിറ്റിയോടൊപ്പം തന്നെ നമ്മുടെ നോർമൽ ലൈഫ് അതുകൂടി മനോഹരമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ ആകാശിക് എനർജിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കർമ്മപഥത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണുന്നു. കൊടുങ്ങല്ലൂരമ്മയുടെ സന്ദേശം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയെ, ആ ഒരു എനർജിയെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുക. അപ്പോൾ ആവേശത്തോടെ ചാടിപ്പുറപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ ആന്തരിക ശക്തിയെ ധ്യാനത്തിലൂടെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത് നിങ്ങളിൽ പലരും ചില തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് 41 ദിവസം തുടർച്ചയായിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു 15 മിനിറ്റ് ധ്യാനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചിലർക്കത് മന്ത്രാചാൻഡിങ് ആയിരിക്കാം. അപ്പോൾ ചിലപ്പോൾ കണ്ണടച്ചിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യുന്നതായിരിക്കും. എന്ത് തന്നെ ആയിക്കോട്ടെ, ഏറ്റവും ചുരുങ്ങിയത് ഒരു 15 മിനിറ്റ് കുറച്ചു നേരം കണ്ണടച്ച് ധ്യാനത്തിലിരിക്കുന്നത് വഴി നിങ്ങൾ
നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ബലപ്പെടാനും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു സന്ദേശം നിങ്ങളുടെ ഉള്ളിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിട്ട് എനിക്ക് വരുന്നത്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ മനസ്സോടെ ഏർപ്പെടുക എന്നുള്ളതാണ്. അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ നിഴലായിട്ട് തന്നെ ഉണ്ട്. ക്ഷമ ശീലിക്കുക. നമുക്ക് തിടുക്കം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സ്ട്രെങ്ത്താണ് ആവശ്യം. അപ്പോൾ ഒരു സ്ട്രെങ്ത് കാർഡിൻ്റെ എനർജിയാണ്. ക്ഷമ പരിശീലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എടുത്തു ചാടി ചെയ്യുന്നത് കൊണ്ട് അതിന് റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ കൊടുങ്ങല്ലൂരമ്മയുടെ ഒരു ഭഗവതിയുടെ സാന്നിധ്യം നിങ്ങളെ നെഗറ്റീവ് ഊർജ്ജങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പലരും ഒരു ദൃഷ്ടിദോഷമൊക്കെ നിങ്ങൾക്ക് ബാധിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ റിലീസ് ചെയ്ത് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ജോലിയോ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള അവസരം മറ്റുള്ളവർക്ക് ഗുണകരമാകുന്ന രീതിയിൽ കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു 10 രൂപ മറ്റുള്ളവർക്ക് സഹായിക്കാൻ പറ്റുന്നതായിരിക്കും. അത് പാത്രം അറിഞ്ഞിട്ട് സഹായിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ചെയ്യണം കേട്ടോ. അല്ലാത്തവർക്ക് അറിവ് കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നതായിരിക്കാം. അതായത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ആധ്യാത്മികമായിട്ടുള്ള അറിവുകളായിരിക്കാം, അല്ലെങ്കിൽ ചില മോട്ടിവേഷൻ ആയിരിക്കാം. തളർന്നിരിക്കുന്ന ആൾക്കാരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾ മറന്നുകൊണ്ടാവരുത് എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഒരു നിയോഗമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ധൈര്യത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോവുക. അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് തേർഡ് പൈൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.